ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായത് ശാസ്ത്രീയ പരിശോധനാ ഫലമാണ്. VSCയിലാണ് ഈ ശാസ്ത്രീയ പരിശോധന നടന്നത്. ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലിൽ പതിപ്പിച്ചിരുന്ന സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകളാണ് ശേഖരിച്ചത്. 15 സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് ഇന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. അതിൽ സ്വർണ്ണക്കൊള്ള സ്ഥിരീകരിക്കുകയാണ് VSCയിൽ നടന്ന പരിശോധന. ശബരിമല സന്നിധാനത്ത് ഇപ്പോഴിരിക്കുന്ന ദ്വാരപാലക പാളികളിലും കട്ടളപ്പാളികളിലും 1998 അപേക്ഷിച്ച് സ്വർണം കുറവുണ്ടെന്നാണ് VSCയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് അതേ അനുപാതത്തിലുള്ള സ്വർണമല്ല ഇപ്പോൾ ആ പാളികളിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കൊള്ള സ്ഥിരീകരിക്കുകയാണ് VSCയിൽ നടന്ന പരിശോധന. മാത്രമല്ല, ഈ സ്വർണം പൂശിയിരിക്കുന്ന ചെമ്പ് പാളിയുടെ കാലപ്പഴക്കം സംബന്ധിച്ചുള്ള നിർണ്ണയങ്ങളും ഈ പരിശോധനയുടെ ഭാഗമായി നടന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ഏതായാലും ഈ റിപ്പോർട്ട് ഇന്നലെയാണ് SITക്ക് കൊല്ലം വിജിലൻസ് കോടതി കൈമാറിയത്. VSC ഈ വിശദമായ റിപ്പോർട്ട് കൊല്ലം വിജിലൻസ് കോടതിക്കാണ് കൈമാറിയത്. വിജിലൻസ് കോടതി അത് SITക്ക് കൈമാറി. SIT തലവൻ H വെങ്കടേഷ് ഈ പരിശോധനാ ഫലം അടക്കം വിശദമായ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഇതോടുകൂടി ഈ ദ്വാരപാലക പാളികൾ, കട്ടളപ്പാളികൾ, വാതിൽ അടക്കമുള്ള സ്വർണ്ണ ഉരുപ്പടികൾ സംബന്ധിച്ചുള്ള കൊള്ള എങ്ങനെയായിരുന്നു, ആ സ്വർണം ഉരുക്കി മാറ്റിയതാണോ അതോ ആ പാളികൾ അപ്പാടെ മറിച്ച് വിറ്റതാണോ എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നാളെ ഹൈക്കോടതിയിൽ വരും. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ എത്തുന്ന ഈ പരിശോധനാ ഫലത്തിന്റെ പൂർണ്ണ വിവരം വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്നതാണ്.